ഒരു ചക്ക പൊട്ടിക്കീറി നിൽക്കുന്ന കണ്ടിട്ട് ഇട്ടതാണ്. നോക്കിക്ക് ഒട്ടും വിളഞ്ഞിട്ടില്ല. കണ്ടോ, കുരു ഇങ്ങനെ പാടയൊന്നും പൊളിക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ വേവിച്ച് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ കുറച്ചെടുത്തോളൂ, പകുതി എടുത്ത് വേവിച്ച്. പിന്നെ ചക്ക വെട്ടിപ്പറിക്കുകയാണ്. നോക്കുമ്പോൾ ഇത് കളയാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. നോക്കുമ്പോൾ ഉണ്ട് അതത്രയും വലുപ്പമല്ലേ. അപ്പോൾ അത് ഒട്ടും വിളഞ്ഞില്ല എങ്കിൽ ഇതിപ്പോൾ ഒട്ടും കാണത്തില്ലെന്ന് വിചാരിച്ചിട്ട് പൊട്ടിച്ചപ്പോൾ ഉണ്ട് ഇതുണ്ട് ഈ പരുവത്തിൽ കിട്ടി. ഉണ്ടോ, കുഴപ്പമൊന്നുമില്ല. വേവിക്കുന്ന പരുവ വിളഞ്ഞിട്ടൊക്കെ ഉണ്ട്. വേവിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇന്നലെ ഒരു ചക്ക രണ്ടയൊക്കെ ഇട്ടു. വലിയ വലിപ്പമില്ല, ചെറിയ ചക്കയാണ്. നോക്കിക്കേ, ആദ്യം വിചാരിച്ചു വളഞ്ഞില്ല എന്ന്. കുറച്ച് വളഞ്ഞു കേട്ടോ, ഈ പരുവത്തി വളഞ്ഞിട്ടുണ്ട്. പൊട്ടിയൊക്കെ ആയിരുന്നു ഇതല്ലേ, മുറിച്ച് വെറും പൊട്ടായി. ചക്ക വെട്ടി കീറിയതാ, പ്ലാവിൽ നിന്നുകൊണ്ട് തന്നെ പൊട്ടിക്കീറും. അപ്പം അതിൻ്റെ പണി ഉണ്ടോ, പണിയിലാണ്. നമ്മുടെ ചക്ക വേവിക്കാൻ വെച്ചു. അപ്പോൾ നമ്മൾ ചക്ക അരിഞ്ഞ് പിന്നെ അരിഞ്ഞതും പിന്നെ തേങ്ങ, ചെറിയ ജീരകം, വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, കരിയാപ്പില, പച്ചമുളക്, ഇത്രയും സാധനമാണ് നമ്മൾ അരപ്പിനായിട്ട് എടുത്തത്. അത് നമ്മൾ ഒതുക്കി. പിന്നെ ഇതിൻ്റെ പുറത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് ഒരു കുറച്ച് വെള്ളം, ഒത്തിരി വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ആവി കയറ്റി നമുക്ക് എടുക്കാം.